അതുപോലെ ഔഖാഫുൽ റിആയത്തിൽ അജായിസി വശയൂഖ്, വയോജനങ്ങളായ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും സംരക്ഷിക്കാൻ ഒരുപാട് വഖഫ് ഇസ്ലാമിക ലോകത്തുണ്ട്. അതുപോലെ ഫീ ബിനാഇൽ മശാഫി വശറാഇൽ മുഅദ്ദാത്തിൽ അത്തിബ്ബിയ്യ, ആശുപത്രികളുടെ നിർമ്മാണത്തിന് വേണ്ടിയും മെഡിസിൻ ഉപകരണങ്ങൾ വാങ്ങാൻ വേണ്ടിയും ഒരുപാട് ധനം ഇവിടെ വഖഫ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആറാമതായി ലിദഅമി ശബാബി അല സവാജ്, യുവാക്കൾക്ക് വിവാഹ സഹായം ചെയ്യാൻ മഹർ വാങ്ങാൻ വേണ്ടി വഖഫ് ചെയ്യപ്പെട്ടത് ഇസ്ലാമിക ചരിത്രത്തിൽ എമ്പാടുമുണ്ട്. ലിഖളാഇദ് ദുയൂൻ, മറ്റൊന്ന് വലിയ കടമുള്ള ആളുകൾ അവരുടെ കടം വീട്ടാൻ വേണ്ടി എന്ന് പറഞ്ഞ് ദാനം ചെയ്ത വഖഫുകളുണ്ട്. ഔഖാഫുൽ ഫത്ഹിൽ അൻഹാരി വഹുഫിൽ ആബാർ, കിണറുകൾ കുഴിക്കാൻ, കനാലുകൾ ഉണ്ടാക്കാൻ ഇതിനു വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട സമ്പത്തുണ്ട്. ഔഖാഫുൽ ഹുജ്ജാജ് വൽ മുഅ്തമിരീൻ, ഹജ്ജിനും ഉംറക്കും വന്ന് മക്കയിലും മദീനയിലും താമസിക്കുന്നവർക്ക് താമസിക്കാനും ഭക്ഷണം കഴിക്കാനും വേണ്ടി മുസാഫിർ ഖാനുകളും ഭക്ഷണശാലകളും സദഖ ചെയ്ത വഖഫ് ചെയ്ത ധാരാളം സമ്പത്തുകളുണ്ട്. എത്രത്തോളം ഔഖാഫുൽ അൻആം ലിൽ ഹുജ്ജാജ്, ഹാജിമാര് ആ കാലഘട്ടത്തിൽ ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തും കുതിരപ്പുറത്തും ഒക്കെ വന്നപ്പോൾ ആ ഒട്ടകങ്ങൾക്കും കുതിരകൾക്കും ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വരെ ഇസ്ലാമിക ലോകത്ത് വഖഫുണ്ട്. അതുപോലെ ഔഖാഫുൽ ഔലാദി ലിഗദാഇഹിം, ചെറിയ കുട്ടികളുടെ പോഷകാഹാരങ്ങൾക്ക് വേണ്ടി, മുലയൂട്ടുന്ന ഉമ്മമാരുടെ പോഷകാഹാരങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട സമ്പത്തുണ്ട്. അപ്പൊ സാമൂഹ്യ തലത്തിലേക്ക് വഖഫിന്റെ പഠനം നമ്മൾ നടത്തുമ്പോൾ മുസ്ലിം ലോകത്തിന്റെ പുരോഗതിയുടെ പ്രധാനപ്പെട്ട ഒരു ചാലക ശക്തി ഈ വഖഫ് എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ച ദാന രീതിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി നമ്മുടെ ഇന്ത്യ രാജ്യത്തേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇന്ത്യയിലും വിപുലമായ തോതിൽ വഖഫിന്റെ സ്വത്തുക്കൾ നമുക്ക് കാണാൻ കഴിയും. രജിസ്റ്റർ ചെയ്യപ്പെട്ടവ തന്നെ 8,72,000 സ്വത്തുവകകൾ ഇന്ത്യയിലുണ്ടത്രേ. വഖഫ് ചെയ്യപ്പെട്ടത് രേഖപ്പെടുത്തപ്പെടാത്ത അല്ലെങ്കിൽ രേഖ ഇന്ന് നമുക്ക് കണ്ടെടുക്കാൻ സാധിക്കാത്ത അനേകം വഖഫ് സ്വത്തുക്കൾ വേറെയുമുണ്ട്. കാരണം വഖഫ് സ്വത്തും സ്വകാര്യ സ്വത്തും തമ്മിലുള്ള വ്യത്യാസം, വഖഫ് സ്വത്തിന്റെ രേഖകൾ അത് പുതുക്കപ്പെടുന്നില്ല. 1000 കൊല്ലം മുമ്പ് വഖഫ് ചെയ്തത് അതിന്റെ രേഖ ആരെ കയ്യിലാണ് ഉണ്ടാകുക? ആ രേഖ കൈവശമുള്ള ആൾ ഒരു പക്ഷേ മരണപ്പെട്ടു പോയിട്ടുണ്ടാകും. ആ വിധിയൊക്കെയാണ് ഇവിടെ അട്ടിമറിക്കപ്പെട്ടത്. അതിലേക്കൊക്കെ പിറകെ വരുന്ന പ്രഭാഷകന്മാർ കടന്നു വരുമെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇതേപോലെ തന്നെ 9,40,000 ഏക്കർ ഭൂമിയുണ്ടത്രേ ഇന്ത്യയിൽ വഖഫിന്റേതായി. ഇതേപോലെ തന്നെ ഈ വഖഫ് സ്വത്തുക്കളെല്ലാം ഇന്ത്യയിൽ ഉടനീളം വഖഫ് ചെയ്തതിൽ രാജാക്കന്മാരുണ്ട്, വാണിക്കുകളുണ്ട്, വ്യവസായികളുണ്ട്, പലരുമുണ്ട്. മുഗൾ ചക്രവർത്തിമാരിൽപ്പെട്ട അക്ബർ, ഷാജഹാൻ, ഔറംഗസീബ് തുടങ്ങിയവരും ഹൈദരാബാദിലെ നൈസാം ചക്രവർത്തിമാരും ഒരുപാട് സൂഫി വര്യന്മാരും പണ്ഡിതരും സമ്പന്നരും വ്യാപാരികളും തുടങ്ങി ഓരോ ഗ്രാമപ്രദേശത്തിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ വിശ്വാസികളും അവരെ ഒറ്റത്തെങ്ങ് മുതൽ അതേ പീഡിക റൂം മുതൽ പറമ്പ് മുതൽ ഓരോന്നും അവർ ചെയ്ത വഖഫുകളാണ്. നമ്മളെ കേരളവും ഒട്ടും പിറകിലുള്ള വഖഫിന്റെ കാര്യത്തിൽ ഏറ്റവും പുതുതായി ഉമീദ് പോർട്ടർ വഴി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മാത്രം, രജിസ്റ്റർ ചെയ്യപ്പെട്ടത് മാത്രം 79,900 സ്വത്തുവകകൾ നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിന്റെ പല ഭാഗത്തും വിപുലമായ സമ്പത്ത് ആ വിഷയത്തിൽ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് വാഴക്കാട് ദാറുൽ ഉലൂമിന് ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു വഖഫായി. JDT ഇസ്ലാമിന്റേത് വഖഫ് ചെയ്യപ്പെട്ട സ്ഥലമാണ്. അതുപോലെ ഫറൂഖ് കോളേജിന് വേണ്ടി അനേകം സമ്പത്ത് വഖഫ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് എറണാകുളത്തെ മുനമ്പം ഭൂമി എന്ന് രേഖയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതേപോലെ തന്നെ തളിപ്പറമ്പില്, മാനന്തവാടിയില് പല പ്രദേശങ്ങളിലും വലിയ വലിയ വഖഫ് സ്വത്തുക്കൾ കാണാം. എന്നാൽ കേരളത്തിലെ എല്ലാ മുസ്ലിം മഹല്ലുകളിലും ചെറുതോ വലുതോ ആയ ധാരാളം വഖഫ് സ്വത്തുക്കൾ നമുക്ക് കാണാൻ കഴിയും. ഈ വഖഫുകളെല്ലാം നന്മക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, മതപരമായ പുരോഗതിക്ക് വേണ്ടി, ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ട സമ്പത്തുകളാണ്. ആ സമ്പത്തുകൾ കൈകാര്യം ചെയ്തു വന്നത് ഒരു വസ്തു വഖഫാകണമെങ്കിൽ ഇസ്ലാമിക നിയമമനുസരിച്ച് അത് രജിസ്റ്റർ ചെയ്യണം എന്നില്ല. വാക്കാൽ പറയുകയാണ്, അല്ലെങ്കിൽ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് എഴുതുക. ഇത് രണ്ടാലൊന്നുണ്ടായാൽ അത് വഖഫാണ്. ആ വഖഫായി മാറ്റി നിർത്തപ്പെട്ട സമ്പത്തിനെ നമ്മുടെ നാട്ടിൽ കൈകാര്യം ചെയ്തു പോന്നിരുന്നവർ മുത്തവല്ലിമാർ എന്ന് പറയുന്നവരാണ്. ഇത് കൈകാര്യം ചെയ്യുന്നവരെ വിളിക്കുന്ന പേരാണ് മുത്തവല്ലി. ആ മുത്തവല്ലിമാർ ഇസ്ലാമിക
നിയമമനുസരിച്ചായിരുന്നു വഖഫ് സ്വത്തുക്കൾ ഇതുവരെ ഏറെക്കാലം ഇവിടെ കൈകാര്യം ചെയ്തു വന്നിരുന്നത്. അതിനെ വേറെ ആരും ശല്യം ചെയ്യാറുണ്ടായിരുന്നില്ല. അത് മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്താണ്, അത് കൈകാര്യം ചെയ്യാൻ ചുമതലപ്പെടുത്തപ്പെട്ട ആളുകൾ വാഖിഫ് തന്നെ നിശ്ചയിച്ചവരുണ്ടാകും, അല്ലെങ്കിൽ നാട്ടിലെ നടപ്പനുസരിച്ചുണ്ടാകും. അതനുസരിച്ച് കൈകാര്യം ചെയ്തു പോരുകയായിരുന്നു. എന്നാൽ അധിനിവേശ നാടുകളിലെല്ലാം വഖഫ് സ്വത്തുക്കളിൽ കൈവെക്കണമെന്ന് ബ്രിട്ടീഷ് സർക്കാർ ചിന്തിച്ച ഒരു കാലമുണ്ടായി. പല ഇസ്ലാമിക രാജ്യങ്ങളിലേക്കും അവർ അധിനിവേശം നടത്തി, കൂട്ടത്തിൽ ഇന്ത്യയിലേക്കും അവർ അധിനിവേശം നടത്തി. ആ കാലത്ത് ഇസ്ലാമിന്റെ പുരോഗതിക്കും അതിന്റെ വളർച്ചയ്ക്കും പ്രധാനമായും നിദാനമായ വഖഫ് സ്വത്തിനെ ഒന്ന് നിയന്ത്രിക്കാനും അതിലൊന്ന് കൈവെക്കാനും ബ്രിട്ടീഷ് സർക്കാർ ഉന്നം വെക്കുകയും അതിന്റെ ഭാഗമായി 1913 അവർ കൊണ്ടുവന്ന നിയമമാണ് മുസൽമാൻ വഖഫ് വാലിഡേറ്റിംഗ് ആക്ട് എന്ന് പറയുന്ന ആദ്യത്തെ നിയമം. ആ നിയമം കൊണ്ടുവന്നതിന് നന്മയുമുണ്ട് തിന്മയുമുണ്ട്. അതിന്റെ നന്മ ഏതാണെന്ന് ചോദിച്ചാൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട സ്വത്തുക്കൾക്ക് ആധികാരികത ലഭിക്കുകയും അത് രേഖാപരമായി വഖഫായി തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു എന്നതാണ്. എന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പുതിയതായി വഖഫ് ചെയ്യാൻ രേഖകളൊന്നും സമർപ്പിക്കാൻ പറ്റാത്ത കോടിക്കണക്കിന് സമ്പത്ത് കയ്യേറാനും അന്യാധീനപ്പെടാനും ആ നിയമം മുഖേന വഴിയൊരുക്കി എന്നതാണ് അതിന്റെ അപകടകരമായ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഏതായിരുന്നാലും ഈ നിയമം പിന്നീട് ഒന്നുകൂടി പരിഷ്കരിച്ച് 1923 നടപ്പാക്കിയ മുസൽമാൻ വഖഫ് ആക്ട് ആണ്. ഇതിലൂടെ വഖഫുമായി ബന്ധപ്പെട്ട് നേരത്തെ മുസ്ലിങ്ങളായിരുന്ന മുത്തവല്ലിമാർ മാത്രം കൈകാര്യം ചെയ്തിരുന്നതിൽ ഗവൺമെന്റ് കൂടി ഇടപെടുന്ന ഒരു സമ്പ്രദായം ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ആരംഭിച്ചു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഒരുപാട് കലാപങ്ങളും സംഘർഷങ്ങളും ഉണ്ടായി. അതോടൊപ്പം ഇന്ത്യ വിഭജിക്കപ്പെട്ടു. അനേകം വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്തിരുന്ന മുത്തവല്ലിമാര് ഇന്ത്യ വിട്ട് പാകിസ്ഥാനിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി. സ്വാഭാവികമായും ആ വഖഫ് സ്വത്തുക്കളെല്ലാം അന്യാധീനപ്പെട്ടു. കൈകാര്യകർത്താക്കളില്ലാത്ത സാഹചര്യം വന്നു. അത് പലരും കയ്യേറുന്ന ചുറ്റുപാടുണ്ടായപ്പോഴാണ് അന്ന് അബുൽ കലാം ആസാദിന്റെ നേതൃത്വത്തിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റുജിയെ അവര് നേരിൽ കാണുകയും വഖഫുകൾ അന്യാധീനപ്പെടുന്നത് ഒഴിവാക്കാൻ നിയമനിർമ്മാണം നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ 1954 സെൻട്രൽ വഖഫ് ആക്ട് നിലവിൽ വരുന്നത്. അതിനെ തുടർന്ന് കേന്ദ്ര വഖഫ് ബോർഡും അതുപോലെ സംസ്ഥാന വഖഫ് ബോർഡുകളും രൂപീകരിക്കപ്പെട്ടു. 1960 കേരള വഖഫ് ബോർഡ് നിലവിൽ വരുന്നത്. ഇങ്ങനെ വഖഫ് ബോർഡുകൾക്ക് കേന്ദ്ര കമ്മിറ്റികളും സംസ്ഥാന കമ്മിറ്റികളും നിലവിൽ വന്നു. ഇതിനുശേഷം 1984 കാര്യമായ പരിഷ്കരണം നടന്നു. 1995 വഖഫ് ആക്ട് അനുസരിച്ചാണ് വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കാൻ വഖഫ് ട്രിബ്യൂണൽ എന്ന പേരിൽ ഒരു ഔദ്യോഗിക രൂപം തന്നെ ഗവൺമെന്റ് കൊണ്ടുവരികയും വഖഫ് സംരക്ഷണത്തിന് ആവശ്യമായ സമ്പൂർണ്ണ നിയമം നിർമ്മിക്കുകയും ചെയ്തു. എന്നാൽ ഈ വഖഫ് അതിനെ കൈകാര്യം ചെയ്യുന്നതിൽ പലപ്പോഴും കൈകാര്യകർത്താക്കളുടെ ഭാഗത്തു നിന്നും അതുപോലെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഇതര സമുദായങ്ങളുടെ ഭാഗത്തു നിന്നും പലപ്പോഴും കയ്യേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കയ്യേറ്റങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് അതിനെ കൈകാര്യം ചെയ്യുന്നവരിൽ നിന്നു തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. മുത്തവല്ലിമാരായി വരുന്ന ആളുകൾ മത നിയമമനുസരിച്ചും രാഷ്ട്രത്തിന്റെ രാഷ്ട്രമുണ്ടാക്കിയ നിയമമനുസരിച്ചും വാഖിഫ് അഥവാ വഖഫ് ചെയ്തവർ എന്ത് ലക്ഷ്യത്തിനു വേണ്ടിയാണോ ഒരു സ്വത്ത് വഖഫ് ചെയ്തത് ആ ലക്ഷ്യത്തിൽ മാത്രമേ അത് വ്യയം ചെയ്യാൻ പാടുള്ളൂ എന്നതാണ് നിയമം. എന്നാൽ പല വഖഫ് പ്രോപ്പർട്ടികളെയും ഉപയോഗപ്പെടുത്തുന്നതിൽ അതിന്റെ കൈകാര്യകർത്താക്കൾ അമാന്തം കാണിക്കുകയും വാഖിഫിന്റെ ലക്ഷ്യത്തിന് വിരുദ്ധമായി ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഉദാഹരണങ്ങൾ നമ്മളെ കോഴിക്കോട് പരിസരത്ത് തന്നെ കാണാം. ഇവിടത്തെ മുഹിയുദ്ദീൻ പള്ളി കോഴിക്കോട്ടെ ഏറ്റവും പഴക്കം ചെന്ന പ്രധാന പള്ളികളിൽ ഒന്നാണത്. അത് മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ പേരിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പാരമ്പര്യ വിശ്വാസികളുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട പള്ളിയാണ്. കാലക്രമേണ 1960 രൂപീകരിക്കപ്പെട്ട വഖഫ് ബോർഡിൽ കയറിക്കൂടി സ്വാധീനമുണ്ടാക്കി അതിലൂടെയാണ് രേഖകൾ ചമയിച്ചെടുത്തുകൊണ്ട് ആ പള്ളി തട്ടിയെടുത്തത്. അതുപോലെ പട്ടാളപ്പള്ളി നമുക്കറിയാം, പാരമ്പര്യമായി സുന്നി പാരമ്പര്യമുള്ള പള്ളിയായിരുന്നു. ആ പള്ളികളുടെ രേഖകൾ തിരുത്തിയാണ് പിന്നീട് അത് പുതിയ ആശയക്കാരുടെ കൈകളിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ ലിവാ മസ്ജിദ് ഉൾപ്പെടെയുള്ള നിരവധി
നിരവധി പള്ളികൾ കോഴിക്കോട് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപക നേതാക്കൾ സ്ഥാപിച്ചതും നടത്തിപ്പോന്നതുമായ വലിയ വഖഫായിരുന്നു വാഴക്കാട്ടെ ദാറുൽ ഉലൂം എന്ന് പറയുന്നത്. അത് പിൽക്കാലത്ത് അത് സ്ഥാപിച്ചവരും വഖഫ് ചെയ്തവരുടെയും ലക്ഷ്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ കൈകളിലേക്ക് എത്തിക്കുന്നതും പിൽക്കാലത്ത് വന്ന ചില വഖഫ് ബോർഡുകളുടെ പിന്തുണയോടെയും ചില മുത്തവല്ലിമാരുടെ വഴിവിട്ട പ്രവർത്തനത്തിലൂടെയുമാണ്. അങ്ങനെ ധാരാളം സമ്പത്ത് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ 1967 ബില്ലുമായി ബന്ധപ്പെട്ട് വഖഫുകൾ അന്യാധീനപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ഗവൺമെന്റുകളോട് മാറി മാറി നമ്മുടെ നേതാക്കൾ അഭ്യർത്ഥിച്ചിരുന്നു. 52 ദിവസത്തോളം CH മുഹമ്മദ് കോയ സാഹിബ് മുഖ്യമന്ത്രിയായ കാലത്തും സമസ്തയുടെ ഉലമാക്കൾ നേരിട്ട് ചെന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ വഖഫ് സ്വത്തുക്കളെ സംരക്ഷിക്കാൻ ആ നിയമത്തിൽ ഒരു പരിഷ്കരണം കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അത് മാത്രം സാധിച്ചു കിട്ടിയില്ല. അതേ സമയത്ത് സമ്പന്നരായ ആളുകൾക്ക് അവരെ സമ്പത്ത് രക്ഷിച്ചെടുക്കാൻ ഇഷ്ടദാന ബില്ല് ആ 52 ദിവസത്തെ കാലയളവിനുള്ളിൽ പാസാക്കിയെടുത്തു എന്നതും ചരിത്രമാണ്. അങ്ങനെ ധാരാളം വഖഫ് സ്വത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതേപോലെ തന്നെ മുനമ്പത്തെ 1950 നവംബർ 1 ഫാറൂഖ് കോളേജിന് സിദ്ദീഖ് സേട്ടി എന്ന വ്യാപാരി ദാനമായി നൽകിയ അഥവാ വഖഫായി കൊടുത്ത ഭൂമിയാണത്. അതിൽ ഒന്നിലേറെ സ്ഥലത്ത് അത് വഖഫാണ് എന്ന് പരാമർശിക്കപ്പെടുന്നുണ്ട്. 404 ഏക്കർ ഭൂമിയാണ്. അത് കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് ഫാറൂഖ് കോളേജാണ്. പക്ഷേ ഫാറൂഖ് കോളേജിന്റെ ആളുകൾ അത് വേണ്ട പോലെ കൈകാര്യം ചെയ്യാതിരിക്കുക മാത്രമല്ല, അവരത് വിൽപ്പന നടത്താൻ വേണ്ടി ചിലരെ ഏൽപ്പിക്കുകയും അവർ പല ആളുകൾക്കുമായി അതിന്റെ പല ഭാഗങ്ങളും വിറ്റ് കാശ് വാങ്ങുകയും ചെയ്തു. അവിടെ ഇന്ന് താമസിക്കുന്നവരിൽ നല്ലൊരു വിഭാഗം ആളുകൾ നിരപരാധികളാണ്. ഒരുപക്ഷെ ഇത് അറിയാതെ വാങ്ങിയവരായിരിക്കാം. എന്നാൽ ആ ഭൂമിയുടെ തന്നെ പല ഭാഗത്ത് ബാറുകളും മറ്റും സ്ഥാപിച്ച് വലിയ കുത്തകകൾ കയ്യേറിയതും ആ ഭൂമിയിൽ തന്നെ ധാരാളമുണ്ട്. ഏതായിരുന്നാലും ഈ വഖഫ് സ്വത്ത് അന്യാധീനപ്പെടാനുണ്ടായ പ്രധാന കാരണം അത് കൈകാര്യം ചെയ്യേണ്ട ഫാറൂഖ് കോളേജ് കാണിച്ച അനാസ്ഥയാണ് എന്നതൊരു സത്യമാണ്. ആ സത്യം നമ്മൾ തിരിച്ചറിയുകയും അത് തിരിച്ചുപിടിക്കാൻ അവരാണ് അതിൽ മുൻകൈയെടുക്കുകയും ചെയ്യേണ്ടത്.